എല്ലാ പ്രേക്ഷകർക്കും നാദാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സരളി വരിശകളിൽ ഒന്നാമത്തതായിട്ടുള്ള സരി സരി സരിഗമ സരിഗമ പധനിസ സനി സനി സനിധപ സനിധപ മകരിസ എന്നുള്ളതാണ്. അസെൻഡിങ് ഓർഡർ വരിശകളിൽ ഇത് രണ്ടാമത്തതാണ്, എന്നാൽ സരളി വരിശകളിൽ ഇത് ഒന്നാമത്തതാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അസെൻഡിങ് ഓർഡർ വരിശ എന്ന് പറഞ്ഞാൽ സപ്തസ്വരം മുതലേ തുടങ്ങണം. അസെൻഡിങ് ഓർഡർ അപ്പോൾ സാ മുതൽ ഇങ്ങോട്ട് വരും. ഇത് സരളി വരിശകളാണ്. അപ്പം സരളി വരിശകളിലെ ഒന്നാമത്തെ വരിശയായ സരി സരി എന്ന നോട്ട് 4 കാലം എപ്രകാരം പാടാമെന്ന് നോക്കാം. 1-ാം കാലം പാടാൻ നമുക്കറിയാം. സ, താളം അറിയാലോ, ആദ്യ താളമാണ്. ഒരു ബീറ്റ്, 3 ഫിംഗർ. ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ലഘു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ്. അപ്പം ബീറ്റും 3 ഫിംഗറും എന്ന് പറയുന്നത് ഒരു ലഘുവാണ്. ഇത് ചതുരശ്ര ജാതി ലഘുവാണ്. 1 2 3 4 ബീറ്റോട് കൂടിയാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ് 1 2 3 എന്ന് പറയുന്നത് 4 കൗണ്ടാണ്. പിന്നെ പ ധ ദ്രുതം നി സ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ താളം പഠിക്കുകയുണ്ടായി. അപ്പം 2 ദ്രുതം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ പാടാം? സ രി സ രി. സരി സരി 2 പ്രാവശ്യം പാടും. പിന്നെ സ രി ഗ മ. പിന്നെ അതിൻ്റെ അസെൻഡിങ് റൂട്ട് ഫുൾ പാടണം. അപ്പം സ രി ഗ മ പ ധ നി സ. ഇനി അതിൻ്റെ ഡിസെൻഡിങ് ഓർഡർ സ നി സ നി. അടുത്ത സ നി ധ പ. പിന്നെ അതിൻ്റെ ഡിസെൻഡിങ് ഫുള്ള് സ നി ധ പ മ ഗ രി സ. ഇങ്ങനെയാണ് പാടുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ താളത്തിൽ പാടി നോക്കാം. നമുക്ക് 1-ാം കാലം പാടാം. സ രി സ രി സരി സരി. അതിൻ്റെ താളത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നിന്നു. അടുത്തത് സരിഗമ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ വരും. അതായത് 2 ദ്രുതത്തിൽ വരും. അപ്പം സ രി ഗ മ. അടുത്തത് സരിഗമ പധനിസ. സ രി ഗ മ പ ധ നി സ. അതിൻ്റെ സെക്കൻഡ് ഹാഫ് സ. ഇനി അതിൻ്റെ ഡിസെൻഡിങ് മൊത്തത്തിൽ പാടും. അപ്പം സ നി ധ പ മ ഗ രി സ. ഞാൻ 4 സ്വരങ്ങൾ വെച്ച് പാടാം. നിങ്ങളതിൻ്റെ കൂടെ പാടണം. ഞാനൊരു സ്പേസ് ഇടുന്നതാണ്. ഓക്കെ. സ രി സ രി. സ രി ഗ മ. സ രി ഗ മ. പ ധ നി സ. ഡിസെൻഡിങ് സ നി സ നി. സ നി ധ പ. sa ni dha
മാ ഗ രീ സ. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പാടാൻ ശ്രമിക്കുക. സ രീ സ രീ സ രീ ഗ മ സ രീ ഗ മ പ ധ നീ സ സ നീ സ നീ സ നീ ധ പ സ നീ ധ പ മാ ഗ രീ സ. ഇത് കുറേ തവണ പാടി പ്രാക്ടീസ് ചെയ്യാം. ഇനി രണ്ടാം കാലം ഒരടിക്ക് 2 സ്വരമാണ്. സ രീ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പം അടിയും റെസ്റ്റും എന്നാണ് പറയുന്നത്. ഒരടിക്ക് ഒരാവർത്തി എന്ന് പറയുന്നത് അടിയും റെസ്റ്റും ചേർന്നതാണല്ലോ. അപ്പം സ രീ, റെസ്റ്റിൽ രീ വരണം. അപ്പം ഒരടിയിൽ 2 സ്വരം സ രീ സ രീ എന്ന് വരും. പാടി നോക്കാം. ഞാൻ താളത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ പാടാം, നിങ്ങൾക്ക് അതിൻ്റെ ശേഷം പാടാവുന്നതാണ്. സ രീ സ രീ സ രീ ഗ മ സ രീ ഗ മ പ ധ നീ സ. സ നീ സ നീ സ നീ ധ പ. സ നീ ധ പ മാ ഗ രീ സ. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. 3, 4. സ രീ സ രീ സ രീ ഗ മ സ രീ ഗ മ പ ധ നീ സ സ നീ സ നീ സ നീ ധ പ സ നീ ധ പ മാ ഗ രീ സ. വൺ മോർ. സ രീ സ രീ സ രീ ഗ മ സ രീ ഗ മ പ ധ നീ സ സ നീ സ നീ സ നീ ധ പ സ നീ ധ പ മാ ഗ രീ സ. അടുത്തത് മൂന്നാം കാലം എങ്ങനെയാണ്? ഒരടിക്ക് 4 സ്വരങ്ങളാണ് വരുന്നത്. 1, 2, 4, 8 ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. അപ്പോൾ ഒരടിക്ക് 4 സ്വരം വരും. അപ്പം ബീറ്റിൽ 2 സ്വരം, റെസ്റ്റിൽ 2 സ്വരം. അങ്ങനെ സരി സരി. അപ്പോൾ 4 സ്വരം, ഒരടിക്ക് 4 സ്വരം. സരി 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 ഗ മ. ഞാൻ 8 സ്വരങ്ങൾ വീതം പാടിത്തരാം, നിങ്ങളതിന് ശേഷം പാടാൻ ശ്രമിക്കുക. ഓക്കെ. സരി 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 ഗ മ. സരി ഗ മ പ ധ നി സ. സ നി സ നി സ നി ധ പ.
സാ നി ധ പ മ ഗ രി സ. ഒന്നുകൂടെ പാടാം. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഇത് കുറേ തവണ ആവർത്തിക്കുക. അങ്ങനെ 1, 2, 3 കാലങ്ങൾ പാടി ശീലിക്കുക. അതേപോലെ 4ാം കാലം എന്ന് പറയുന്നത് ഒരടിക്ക് 8 സ്വരമാണ്. അപ്പം സരി സരി, ബീറ്റിൽ 4 സ്വരം, റെസ്റ്റിൽ 4 സ്വരങ്ങൾ, അങ്ങനെയാണ് 8 സ്വരങ്ങൾ വരുന്നത്. അപ്പം സരി 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 ഗ മ. 1 2 3 4 1 2 3 4. ഓരോരോ പോർഷനായിട്ട് പാടാം. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. താളത്തിലാക്കാം. 3 4. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. അത്രയും പാടാം. നിങ്ങൾ അതിന് ശേഷം പാടുക. ഓക്കെ. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ചേർത്ത് പാടാം. 3 4. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഒന്നുകൂടെ പാടാം. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ. സാ നി സാ നി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. ഇതാണ് 4ാം കാലം. അപ്പം ഇങ്ങനെ 1 2 3 4 കാലങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്യുക. ഇത് തന്നെ കുറേ തവണ ആവർത്തിക്കുക. ഓരോ സ്പീഡും പ്രാക്ടീസ് ആക്കിയതിന് ശേഷമാണ് അടുത്ത സ്പീഡ് പാടേണ്ടത്. അങ്ങനെ 4 കാലങ്ങളും കൃത്യമായി താളമിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പരിചയമായി നമുക്ക് അടുത്ത ബുധനാഴ്ചയിലുള്ള എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.